കളിപ്പാട്ടം ഇഷ്ടപ്പെടാത്ത കുട്ടികൾ ഉണ്ടാവില്ല. ചെറുപ്പകാലത്ത് നമ്മളും ഒരുപാട് കളിപ്പാട്ടങ്ങൾ ഉപയോഗിച്ച് കളിച്ചവരാണ്. കടയിൽ കളിപ്പാട്ടം വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മൾ നോക്കാറുണ്ട് അത് ഏത് കമ്പനിയുടെ കളിപ്പാട്ടമാണ് എന്ന്. മിക്കവാറും എല്ലാ കളിപ്പാട്ടങ്ങളിലും എഴുതിയിരിക്കുന്നത് മെയ്ഡ് ഇൻ ചൈന എന്നായിരിക്കും. തമാശയ്ക്കാണെങ്കിൽ പോലും നമ്മൾ പറയാറുമുണ്ട് ഇത് ചൈനയുടെ കളിപ്പാട്ടമാണ്. അതായത് ഇന്ത്യയിൽ വിൽക്കുന്ന കളിപ്പാട്ടങ്ങളിൽ 75% ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന കളിപ്പാട്ടങ്ങളാണ്. ഈ കളിപ്പാട്ടങ്ങൾ തന്നെ ഇപ്പോൾ ചൈനയ്ക്ക് പണി കൊടുത്തിരിക്കുകയാണ്. അതായത് ആഗോള മേഖലയിലെ മുൻനിര കളിപ്പാട്ട നിർമ്മാണ കമ്പനികൾ ചൈനയിൽ നിന്ന് നിക്ഷേപം പിൻവലിച്ച് ഇന്ത്യയിൽ പ്രവർത്തനം ശക്തമാക്കിയിരിക്കുന്നു. ഇതോടുകൂടി കയറ്റുമതി രംഗത്ത് വൻ നേട്ടമാണ് ഇന്ത്യക്ക് ഉണ്ടാകുന്നത്. എന്നാൽ ചൈനയ്ക്കോ വളരെയധികം നഷ്ടവും ഉണ്ടാകുന്നു. ഇങ്ങനെ കളിപ്പാട്ട നിർമ്മാണ മേഖലയിൽ ചൈനയുടെ തളർച്ച മുതലെടുത്ത് ഇന്ത്യ വൻ മുന്നേറ്റം നടത്തിയിരിക്കുകയാണ്. 2014-15 സാമ്പത്തിക വർഷത്തിനും 2022-23 വർഷത്തിനുമിടയിൽ ഇന്ത്യയിൽ നിന്നുള്ള കളിപ്പാട്ട കയറ്റുമതിയിൽ 239% വർധനവുണ്ടായി. ഇക്കാലയളവിൽ കളിപ്പാട്ടങ്ങളുടെ ഇറക്കുമതിയിൽ 52% ഇടിവുമുണ്ടായി. ആഭ്യന്തര കളിപ്പാട്ട നിർമ്മാണം പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങളും ചൈനയ്ക്കൊപ്പം പുതിയൊരു നിർമ്മാണ കേന്ദ്രം കൂടി വേണമെന്ന ആഗോള നിക്ഷേപകരുടെ നിലപാടുമാണ് ഇന്ത്യക്ക് നേട്ടമായത്. അതുപോലെ തന്നെ ആഭ്യന്തര കളിപ്പാട്ട നിർമ്മാതാക്കളെ സംരക്ഷിക്കുന്നതിനായി ഇറക്കുമതി തീരുവ കുത്തനെ ഉയർത്തിയതും രാജ്യത്തെ വിൽക്കുന്ന കളിപ്പാട്ടങ്ങൾക്ക് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് അഥവാ BIS അംഗീകാരം നിർബന്ധമാക്കിയതും അനുകൂലമായി. അതായത് ഈ കാലയളവിൽ കളിപ്പാട്ടങ്ങളുടെ ഇറക്കുമതിക്ക് കേന്ദ്ര സർക്കാർ 70% കസ്റ്റംസ് തീരുവയാണ് ഏർപ്പെടുത്തിയത്. ഈ BIS നിബന്ധന വരുന്നതിനു മുമ്പേ വിപണിയിൽ വിൽക്കുന്ന 80% കളിപ്പാട്ടങ്ങളും ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതായിരുന്നു. എന്നാൽ 10 വർഷം മുൻപ് BIS നിർബന്ധമാക്കിയതോടെ ചൈനീസ് കളിപ്പാട്ടങ്ങളുടെ വിൽപ്പന കുത്തനെ ഇടിയുകയായിരുന്നു. ഇതോടൊപ്പം ഇറക്കുമതി ഉയർന്ന എക്സൈസ് തീരുവയും ഏർപ്പെടുത്തിയതോടെ ആഭ്യന്തര ഉൽപാദകരുടെ മത്സരക്ഷമത ഗണ്യമായി മെച്ചപ്പെട്ടു. ഇപ്പോൾ ആഗോള വിപണിയിലെ മുൻനിരക്കാരായ ഹാസ്ബ്രോ, മാറ്റൽ, സ്പിൻ മാസ്റ്റർ, എയർലി ലേണിംഗ് സെന്റർ എന്നിവർ ഇന്ത്യൻ കമ്പനികളിൽ നിന്നാണ് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത്. കളിപ്പാട്ട ഉൽപാദന മേഖലയിലെ ആഗോള ഭീമന്മാരായ ഇറ്റലി, ഡ്രീം പ്ലാസ്റ്റ്, മൈക്രോപ്ലാസ്റ്റ്, ഇൻഗാസ് എന്നിവ ചൈനയിലെ നിക്ഷേപം ഇന്ത്യയിലേക്ക് മാറ്റാൻ ഒരുങ്ങുകയാണ്. അതായത് 2028 ആകുമ്പോഴേക്കും അടുത്ത 4 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ നിന്നുള്ള കളിപ്പാട്ടങ്ങളുടെ കയറ്റുമതി മൂല്യം 25,000 കോടി രൂപയിൽ എത്തിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. നിലവിൽ അത് 17,000 കോടി രൂപയാണ് ഇന്ത്യയുടെ കയറ്റുമതി വരുമാനം. കളിപ്പാട്ട നിർമ്മാതാക്കൾ ചൈനയിൽ നിന്ന് മാറുന്നത് അത്ര കുട്ടിക്കളിയല്ല. ചൈനയിലെ കുതിച്ചുയരുന്ന ചിലവുകൾ കൊണ്ട് പൊറുതിമുട്ടിയിട്ടാണ് ഈ കളിപ്പാട്ട നിർമ്മാതാക്കൾ ഉൽപാദനം മറ്റ് വില കുറഞ്ഞ കേന്ദ്രങ്ങളിലേക്ക് മാറ്റാൻ വേണ്ടി നോക്കുന്നത്. ഉൽപാദനത്തിന്റെ ഭൂരിഭാഗവും ചൈനയിൽ തുടർന്നാൽ ഭാവിയിൽ കളിപ്പാട്ട വില ഉയരാനുള്ള സാധ്യതയുമുണ്ട്. അതുപോലെ തന്നെ ഹാസ്ബ്രോയും ബാർലിഡോൾ നിർമ്മാതാക്കളായ മാറ്റലും ഉൾപ്പെടെയുള്ള കളിപ്പാട്ട നിർമ്മാതാക്കൾക്ക് തങ്ങളുടെ ഉൽപാദനത്തിന്റെ ഭൂരിഭാഗവും ചൈനയെ ആശ്രയിക്കുന്നതിന്റെ അപകട സാധ്യതകൾ മനസ്സിലായി കഴിഞ്ഞു. ചൈനീസ് തുറമുഖങ്ങൾക്ക് ചരക്ക് കയറ്റുമതി ചെയ്യാൻ പാടുപെടുകയും ഇടയ്ക്കിടെ അടച്ചുപൂട്ടുകയും ചെയ്യുന്നതെല്ലാം ഈ കയറ്റുമതിയെ ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചൈനയിലെ കുതിച്ചുയരുന്ന തൊഴിൽ ചെലവ് ചൈനയിലെ വ്യവസായങ്ങളുടെ ഉൽപാദനത്തിൽ മാറ്റം വരുത്തുന്നതിനും നിർമ്മാതാക്കളെ പ്രേരിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബറിലെ റോഡിയം ഗ്രൂപ്പിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലേക്കുള്ള US-ഉം യൂറോപ്യൻ ഗ്രീൻഫീൽഡ് നിക്ഷേപവും 2021-22 ഇടയിൽ 65 ബില്യൺ അല്ലെങ്കിൽ 400% വർദ്ധിച്ചു. ഇന്ത്യയുടെ കളിപ്പാട്ട വ്യവസായത്തിന്റെ മൂല്യം 2023 $1.7 ബില്യൺ ആയിരുന്നു. 2032 $4.4 ബില്യൺ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ കളിപ്പാട്ട നിർമ്മാണത്തിലും ഇന്ത്യ ചൈനയേക്കാൾ മുന്നിലെത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.